നമസ്തേ. അമ്മേ നാരായണ. ഇന്ന് നമുക്ക് അറിയാം, എല്ലാവർക്കും നേത്രരോഗങ്ങൾ കൊണ്ട്, കണ്ണിന് പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് വലയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേത്രരോഗത്തിനും ജ്യോതിഷവുമായിട്ട് എന്താണ് ബന്ധം, എന്തൊക്കെ നമുക്ക് അതിനുള്ള പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് മരുന്നുകളുടെ സഹായത്താലാണെങ്കിൽ പോലും കുറച്ച് ഒരു ശമനം കിട്ടാൻ, നേത്രരോഗങ്ങളുടെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടാൻ, ഒരു ശമനം കിട്ടാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ കണ്ണുവേദന അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവ്, രാത്രി കാലങ്ങളിൽ മങ്ങിയ വെളിച്ചത്തിൽ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാതിരിക്കുക, പിന്നെ നമുക്കറിയാം വെള്ളയെഴുത്ത്, അതുപോലെ കുട്ടികൾക്കുള്ള ഷോർട്ട് സൈറ്റ്, ഒരു മധ്യപ്രായത്തിലുള്ളവർക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് ഒരു പരിധിവരെ ഉദയസൂര്യനെ പ്രാർത്ഥിച്ചാൽ നേത്രരോഗങ്ങൾക്ക് ശമനം കിട്ടുമെന്നാണ് വിശ്വാസം. അപ്പം നമ്മൾ ഉണർന്നാലുടനെ, എപ്പോഴുണരുന്നോ ശരിക്കും ഉണർന്ന് പുലർച്ചെ ഉണർന്ന് ഉദയസൂര്യനെ സൂര്യഗായത്രി ജപിച്ച് ഒന്ന് പ്രാർത്ഥിക്കുകയും അതിങ്ങനെ കണ്ണൊക്കെ തുറന്ന്, അപ്പം അത്ര തീഷ്ണമല്ല, ആ ഉദയസൂര്യനെ ഓം ഭാസ്കരായ വിദ്മഹേ ഓം ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാൽ, അങ്ങനെ ആ സൂര്യഗായത്രി ഒരു 3 പ്രാവശ്യം ഒരു 10 പ്രാവശ്യമൊക്കെ ജപിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, സൂര്യ നമസ്കാരം ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാം, അത് പറ്റുന്നവർക്കൊക്കെ സൂര്യ നമസ്കാരം ചെയ്യുക, അല്ലെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഞായറാഴ്ച ദിവസം സൂര്യന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പം ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുന്നതും സൂര്യഗായത്രി ജപിക്കുന്നതും കണ്ണിന് വളരെ ആശ്വാസം നൽകും. ഇപ്പം അതിൻ്റെ ഒരു കാരണം ശാസ്ത്രീയമായി പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനുമാണ് നമ്മളുടെ ഒരു മനുഷ്യ ശരീരത്തിലെ ഇടത് കണ്ണിനെ നമ്മൾ ചന്ദ്രനായിട്ടും വലത് കണ്ണിനെ നമ്മൾ സൂര്യനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇടയും പിങ്കളയും 2 നാഡികളാണ്. അപ്പം അതിൽ ഇട എന്ന് പറയുന്ന അതിൻ്റെ ഇതാണ് സൂര്യനായിട്ടും, ചിലർ ശക്തിയായിട്ടും, ശക്തിയെ പറയുക ഇടത് കണ്ണിൽ ശക്തിയാണ് എന്നാണ് പറയുന്നത്. വലത് കണ്ണിൽ സൂര്യ തേജസ്സാണ്, ശിവഭഗവാനായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പം എന്തായാലും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി നമ്മളുടെ കണ്ണിൻ്റെ തെളിച്ചം, അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളൊരു തക്കണ്ണ് മേടിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ ശിവനും ശക്തിയും അങ്ങനെയുള്ള ആ സങ്കല്പത്തിലാണ്. പേറ്റുമാനൂരാണെങ്കിലും മറ്റ് എറണാകുളത്ത് അമ്പലത്തിലൊക്കെ ആണെങ്കിൽ കണ്ണ് വാങ്ങിച്ച് നടക്കി വെച്ച് പ്രാർത്ഥിക്കും. ഇപ്പം ഗുരുവായൂരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഈ ഇടത് കണ്ണിനെ ചന്ദ്രനായിട്ടും വലത് കണ്ണിനെ സൂര്യനായിട്ടും സങ്കല്പിക്കുന്നത് കൊണ്ട് അപ്പം ജ്യോതിഷവുമായി അതിന് ബന്ധമുണ്ട്. മാത്രവുമല്ല, ഈ രത്നങ്ങൾക്ക് കണ്ണുകളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം കാഴ്ചശക്തിക്ക് ബുദ്ധിമുട്ട് വരുന്നവർ ശരിക്കും വൈഡൂര്യ രത്നം ധരിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം വൈഡൂര്യ രത്നത്തിൻ്റെ പ്രഭ, അതായത് ആ രത്നത്തിൽ ഒരു മാർജാര നയനം എന്ന് പറയുന്ന ഒരു വരയുണ്ട്, ഒരു വെള്ള വര. നമ്മൾ ആ രത്നം ഒന്ന് ശ്രദ്ധിച്ചറിയാം. കാറ്റ്സൈ എന്നറിയുന്ന വൈഡൂര്യ രത്നം ഒന്ന് ധരിക്കുകയാണെങ്കിൽ, ആ രത്നം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ പറയാം, അതിലിങ്ങനെ ഒരു വെള്ള വര പോലെ കാണാം. ആ വര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ആ രത്നം ധരിച്ചിട്ട് നന്നായിട്ട്, അത് ആ രത്നം ധരിക്കുന്നതിന് പ്രത്യേകതയൊക്കെ ഉണ്ട്. ആ രത്നം സാധാരണ നമ്മൾ ബുധനാഴ്ച ദിവസം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അശ്വതി മകം മൂലം നാളുകൾക്ക് അവരുടെ ദശാനാഥനായി കേതുവിൻ്റെ രത്നമായിട്ടും അതിനെ കണക്കാക്കാറുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് പുറമെ നക്ഷത്രങ്ങളുടെ രത്നമായിട്ടും വൈഡൂര്യ രത്നത്തെ ധരിക്കാം. അപ്പോൾ വൈഡൂര്യ രത്നം ധരിക്കുന്നതോടുകൂടി കണ്ണിൻ്റെ കാഴ്ചശക്തി, അതായത് ഈ മർജാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പൂച്ചക്കണ്ണെന്ന്, അതുപോലെ പിന്നെ കണ്ണിന് പലതരത്തിലുള്ള
വ്യത്യാസങ്ങളുണ്ട്, നിറവ്യത്യാസം, അതുപോലെ തന്നെ മങ്ങല്, വെള്ളം വരല്, പഴുപ്പ് വരല്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രത്നം ധരിക്കുന്നതും ആ രത്നത്തിൽ കുറച്ച് സമയം സൂക്ഷിച്ച് നോക്കുന്നതും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഈ കണ്ണിൻ്റെ ആ ദോഷങ്ങൾ മാറ്റി കിട്ടുന്നതിന് സഹായിക്കും. ഈ വൈഡൂര്യരത്നം തന്നെ അതിൻ്റെ കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ, ഇത് വൈഡൂര്യരത്നം നമുക്ക് കാൽസൈ എന്ന് പറയുന്ന വെള്ള നിറം പോലെയാണ്. പക്ഷെ മറ്റേത് കുറച്ചും കൂടി ഇതിലുള്ള കട്ടിയായിട്ടുള്ളത് പച്ച നിറത്തിലുണ്ട്. അത് കുറച്ച് ടോപ്പാസ് എന്നൊക്കെ അറിയപ്പെടുന്ന കുറച്ച് കട്ടിയുള്ളതാണ്. അത് കുറേ കൂടി പവർ കൂടിയതാണ്. അത് ബുധനാഴ്ച ദിവസം നമ്മൾ ശരിക്കും ഈ കാൽസൈ ആണെങ്കിലും ഈ വൈഡൂര്യത്തിൻ്റെ ആദ്യത്തെ പറഞ്ഞ മാർജാരം എന്ന് പറയുന്ന വെള്ള നിറത്തിലുള്ളതാണെങ്കിലും പച്ച നിറത്തിലുള്ളത് ഓരോരുത്തരും വില 500 രൂപ മുതൽ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ വിലയുള്ള വൈഡൂര്യ കല്ലുകളുണ്ട്. രത്നങ്ങളുടെ വില അങ്ങനെയാണ്, പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ആ വിലയേറിയ രത്നങ്ങൾ ധരിക്കുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ടാവും. ബിസിനസ്സിലൊക്കെ തകർച്ചയൊക്കെ വരുന്നവർ, അതുപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ശരിക്കും വൈഡൂര്യ രത്നം ധരിക്കുന്നത് പവർ കൂട്ടുന്നതിന്, കണ്ണിൻ്റെ തീഷ്ണത, കണ്ണിൻ്റെ പവറൊക്കെ കൂട്ടാൻ നല്ലതാണ്. ഈ രത്നം പഞ്ചലോഹ മോതിരത്തിലോ വെള്ളി മോതിരത്തിലോ ധരിക്കുന്നതാണ് നല്ലത്. വെള്ളി മോതിരത്തിൽ അത് സൂര്യകിരണം ഏൽക്കുന്ന വിധത്തിൽ ശരിക്കും ഒട്ടിച്ചു നിൽക്കാതെ അറ്റഭാഗം നമ്മുടെ വിരലിലും പതിയണം. കല്ലിൻ്റെ അത് സൂര്യഭഗവാനിലേക്കും പതിക്കുന്ന രീതിയിലേക്ക് സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. ഇടത്തെ ചെറുവിരലിലാണ് വൈഡൂര്യ മോതിരം ധരിക്കേണ്ടത്. ഇടത്തെ ഇനിയിപ്പോൾ ചെറുവിരൽ എന്ന് പറയുമ്പോൾ ഇടത്തെ ചെറുവിരൽ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്ക് ഇടത്തെ ചെറുവിരലും ഇനി പുരുഷന്മാർക്ക് വലത്തെ ചെറുവിരലായാലും കുഴപ്പമില്ല. പക്ഷെ ചെറുവിരലിലാണ് വൈഡൂര്യ മോതിരം ധരിക്കേണ്ടത്. പഞ്ചലോഹത്തിലായാലും വെള്ളിയിലായാലും ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറും. ശരിക്കും ഇത് ഒരാഴ്ചയെങ്കിലും നവഗ്രഹ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പൂജിച്ചിട്ട് ധരിക്കുമ്പോൾ അത് വളരെ നല്ലതായിരിക്കും. ബുധനാഴ്ച ദിവസമാണ് ധരിക്കേണ്ടത്. ബുധനാഴ്ച രാവിലെ. അത് പച്ച നിറത്തിലുള്ളതാണെങ്കിൽ വളരെ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് രത്നങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയും. അപ്പം അതുകൊണ്ട് രത്നങ്ങൾ, ഈ ഒരു രത്നം മാത്രമല്ല മറ്റ് രത്നങ്ങൾക്കും രോഗങ്ങളുടെ ഇത് മാറ്റുവാനുള്ള കഴിവുണ്ട്. ഇപ്പം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ ജലധാര കഴിച്ചാൽ മതി. ഈ ശനിയുടെ ദോഷ സമയത്തും സൂര്യൻ്റെ അപഹാരകാലത്തുമൊക്കെയാണ് കണ്ണിന് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സൂര്യൻ്റെ അപഹാരകാലത്തല്ല, സൂര്യനെ നമുക്ക് സൂര്യക്ഷേത്രത്തിൽ, ഇപ്പോൾ സൂര്യക്ഷേത്രങ്ങളുണ്ട്. ഏറ്റവും വലുത് തമിഴ്നാട്ടിൽ സൂര്യനാർ കോവിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആദിത്യപുരം ക്ഷേത്രം, കോട്ടയത്തിനടുത്തുള്ള ആദിത്യപുരം ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് വഴിപാട് യഥാശക്തിക്കാരനെ രക്തചന്ദനമുട്ടിയും ചുവന്ന പട്ടുമൊക്കെ സമർപ്പിച്ചാൽ വളരെ നന്നായിരിക്കും. ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറും. അതുപോലെ ശിവക്ഷേത്രത്തിലെ ജലധാരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ സൂര്യദശാകാലത്ത്, അതുപോലെ തന്നെ കണ്ടകശനി, ഇടശനിക്കാലത്തൊക്കെ നേത്ര സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ശിവഭഗവാനെയും സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുകയും രത്നങ്ങൾ ധരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ചും വൈഡൂര്യ രത്നം ധരിച്ച് നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചശക്തി നല്ല പവർഫുള്ളാക്കി തന്നെ നിർത്താൻ സാധിക്കട്ടെ. ഇടയും പിങ്ങളെയും, അതായത് ചന്ദ്രഭഗവാനും സൂര്യഭഗവാനും ഒക്കെ അനുഗ്രഹിച്ച് നല്ല കാഴ്ചശക്തിയുള്ള നല്ല ഐശ്വര്യമുള്ളവരായി തീരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.